ലോക്ക്ഡൌണും പ്രളയമൊക്കെ വന്ന സമയത്ത് രക്ഷപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ പറയാം. കാരണം ഒരാളുടെ കയ്യിൽ നിന്ന് 5 നയാ പൈസ മേടിച്ച് വാർത്ത ചെയ്യാറില്ല. IS തീവ്രവാദവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ പടന്നക്കാട് 23 കുടുംബങ്ങൾ ISലേക്ക് പോകും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി എന്നെ ഇന്ത്യയിലൂടെ വിളിക്കും. ഞാൻ അവിടെ പോയി ഹിഡൻ ക്യാമറ. അപ്പൊ അത് കേരളത്തിൽ ചർച്ച ചെയ്യും. ആ മതത്തെ കുറിച്ച് സംസാരിച്ചാൽ ഇനി അങ്ങ് മൂക്കി കയറ്റി കഴിഞ്ഞു. ഒരിക്കലും എന്നെ മൂക്കി ഞാൻ പറയാറുണ്ട്, ഞാൻ പല വീഡിയോസിൽ സംസാരിച്ചിട്ടുണ്ട്, എന്നെ മൂക്കി കയറാറുണ്ട്. ഞാൻ ജനിച്ചാൽ ഒരിക്കൽ ആരും മരിക്കും. ഒന്നും ഇല്ലായ്മയിൽ വന്ന് പിന്നീട് എന്തൊക്കെയോ വെട്ടിപ്പിടിച്ചു. പക്ഷെ അതിൽ തകർന്ന് തരിപ്പണായി പോയി. പിന്നെ എനിക്ക് ഏറ്റവും വെറുപ്പുളവാക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ജാതി മതം എന്നുള്ള വേർതിരിവില് ആരെയും സംസാരിക്കുമ്പോഴാണ്. അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയും. ആലക്കോടിന് പണം കൊടുത്തിട്ട് മനസ്സിലാക്കാം, അപ്പം അത് ചെയ്യും, അങ്ങനെയുള്ള ധാരണ ചില ആൾക്കാർ വിളിച്ചു പറയാണ്. ഞാനത് മൈൻഡ് ചെയ്യാറ്. എനിക്കതിൽ ആവശ്യമില്ല. നീ അങ്ങോട്ട് എത്ര കാലം നമ്മൾ ഈ മേഖലയിൽ ഉണ്ടാവും, ആ സമയം രീതിക്കൊപ്പം ഈ നാട്ടുകാർക്കൊപ്പം ഞാൻ നിൽക്കുന്നു. അതാണ് ഇതൊരു ഇന്റർവ്യൂ അല്ല, ഇതൊരു ഏറ്റുമുട്ടലാണ്. നമ്മൾ ദിവസവും കാണുകയും അവഗണിക്കുകയും ചെയ്യുന്ന സാമൂഹിക വിഷയങ്ങളുണ്ട്. ബാല്യത്തിൽ രൂപപ്പെട്ട ചിന്തകളും വിദ്യാഭ്യാസത്തിലൂടെ ശക്തമായ നിലപാടുകളുമായി മാറിയ ഒരു യാത്ര. എന്തും തുറന്നു സംസാരിക്കുന്ന ശബ്ദം. എൻ്റെ കൂടെ ഇന്നുള്ളത് ശ്രീനി ആലക്കോട്. ശ്രീനിയേട്ടാ നമസ്കാരം. പിന്നെ ശ്രീനിയേട്ടൻ്റെ ഈ കുട്ടിക്കാലവും പിന്നെ അതേപോലെ കോളേജ് കാലഘട്ടം, കുടുംബം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറിച്ചൊന്ന് ശ്രീനിയേട്ടൻ പറയാൻ പറ്റുമോ? അപ്പൊ പിന്നെ സാധാരണഗതിയിൽ എന്നെ കുറിച്ച് കൂടുതൽ ആളുകൾക്ക് അറിയില്ല, അതാ സത്യം. അപ്പൊ അതായത് ഞാൻ എന്റെയൊക്കെ എന്ന് പറയുന്നത് ബാല്യകാലം എന്നൊക്കെ പറയുന്നത് വലിയ ഒരു ദരിദ്രമായ ഒരു കുടുംബത്തിലുള്ള ഒരു അംഗമായിരുന്നു. തീർത്തും ദാരിദ്ര്യ രേഖയ്ക്ക് താഴേക്കുള്ള പിന്നെ ഒരു അവസ്ഥ. ഇവിടെ ആലക്കോട് തന്നെയായിരുന്നു. അല്ല, ഞാൻ ശരിക്കും യഥാർത്ഥത്തില് പിന്നെ എന്റെ അമ്മയുടെ വീട് ഇരിക്കൂറിനടുത്ത് ബ്ലാത്തൂരാണ്. അവിടുന്ന് എന്റെ പിന്നെ അച്ഛന്റെ വീട് മാധവമംഗലത്തിനടുത്ത് ആലക്കാട് എന്ന് പറയുന്ന സ്ഥലം. ആലക്കാട്. അവിടെ ഒരു അമ്പലമല്ലോ ഇല്ലേ? ആലക്കാട് വായനശാല, തനി നാട്ടുമുറ. അപ്പം ഞാൻ SSLC വരെ അവിടെയായിരുന്നു. SSLC പഠിച്ചത് മാധവമംഗലം സ്കൂളിലാണ്. പിന്നെ UP സ്കൂൾ വിദ്യാഭ്യാസം ഏരിയ വിദ്യാമിത്ര UP സ്കൂളിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആലക്കോടേക്ക് വരികയാണ്. എൻ്റെ ഒരു കസിൻ ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ വന്നു. പിന്നെ തളിപ്പറമ്പ് നാഷണൽ കോളേജിലാണ് പഠിച്ചത്. അപ്പൊ അതിനുശേഷം പിന്നെ ഒരുപാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പിന്നെ സ്കൂളിൽ പോകാൻ അന്ന് വാഹനങ്ങളൊന്നും ഇല്ല, നടന്നിട്ടാണ് പോകാൻ. രാവിലെ പിന്നെ ഹൈസ്കൂളൊക്കെ എന്ന് പറയുന്നത് രാവിലെ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങും, 2 മണിക്കൂർ നടക്കും. മാധവമംഗലം വരെ നടക്കണം, വണ്ടിയൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ നടന്നിട്ട് പിന്നെ 8:30 ക്ലാസ് തുടങ്ങുക, 12:45 ഷിഫ്റ്റ് ആയിരുന്നു. അത്രയും കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. 2 മണിക്കൂർ അങ്ങോട്ട് 2 മണിക്കൂർ നടക്കും, ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിളിക്കുക. 12:45 സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അത് 2, 2:30, 3 മണിക്ക് ആവും വീട്ടിൽ തിരിച്ചെത്തുക. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ ഒരു വാഹനം വാങ്ങിക്കുക എന്നൊക്കെ പറയുമ്പോഴേ വാഹനമൊക്കെ വളരെ കുറവായിരുന്നു ആ സമയത്ത്. സൈക്കിളൊക്കെ കുറെ ആൾക്കാർക്ക് ഉപയോഗിക്കും. അപ്പൊ സൈക്കിളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റില്ല. പക്ഷെ എന്നിട്ട് നമുക്ക് ഈ വിഷുവിന്റെ സമയമൊക്കെ ഉണ്ട്. വിഷു കൈനീട്ടൊക്കെ കിട്ടുന്നതൊക്കെ കിട്ടും. അങ്ങനെ ആ കൈനീട്ടം കിട്ടുന്ന പൈസയൊക്കെ സൃഷ്ടിച്ചു വെച്ചാൽ ഇപ്പോൾ ഓർക്കുന്നത് പറഞ്ഞാല് ഈ കാമണിക്കൂർ, അരമണിക്കൂർ, 1.5 മണിക്കൂർ, 1 മണിക്കൂർ എന്നൊക്കെ സൈക്കിളിന്റെ സമയമുണ്ട്. അപ്പൊ ഈ കാമണിക്കൂറൊക്കെ കിട്ടണമെങ്കിൽ നമുക്കൊരു 75 പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മണിക്കൂർ സൈക്കിൾ എവിടെ വാടകയ്ക്ക് 1.5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂർ. അപ്പൊ അങ്ങനെയൊക്കെ സൈക്കിളൊക്കെ വാടക എടുത്തിട്ട് വിഷു സമയത്ത് ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടുക. അങ്ങനെയൊക്കെ ആയിരുന്നു ആ കുട്ടിക്കാലം. പിന്നെ അതുപോലെ തന്നെ ഈ ഹയർ സ്റ്റഡീസ്, അതായത് ഞാൻ പിന്നീട് പറഞ്ഞാല് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ദരിദ്രമായ അവസ്ഥയിൽ വന്ന സമയത്ത് ഞാൻ സംസ്കൃതമാണ് പഠിച്ചത്. പിന്നെ സ്കൂളിൽ സംസ്കൃതമാണ് പഠിച്ചത്. അപ്പൊ സംസ്കൃതം മലയാളം പഠിച്ചില്ല. മലയാളമല്ല, 5ാം ക്ലാസ് മുതൽ സംസ്കൃതമാണ് പഠിച്ചത്, 10ാം ക്ലാസ് വരെ. അപ്പൊ അതൊരു സംസ്കൃതം പഠിച്ചു കഴിഞ്ഞിട്ട് നേരത്തെ അന്ന് പയ്യന്നൂർ സംസ്കൃത കോളേജിൽ വരുന്ന സമയം. അപ്പോൾ അച്ഛനൊരു കത്ത് വരുന്നുണ്ട് സംസ്കൃത കോളേജിൽ നിന്ന്, നിങ്ങളുടെ കുട്ടിയെ സംസ്കൃത കോളേജിൽ പഠിക്കാൻ വിടണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കത്തൊക്കെ അച്ഛന് അയക്കുന്നത് കണ്ടു. പക്ഷെ അന്ന് പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 1-2 ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ സംസ്കൃതം പഠിച്ച് അവർ തിരുപ്പതിയിലൊക്കെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ജ്യോതിഷൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെ അപ്പൊ അവൻ ആദ്യം പോയി. ഞാൻ രണ്ടാമത് പോകേണ്ട സമയത്ത് അവൻ അവിടുത്തെ ഭക്ഷണം ഇഷ്ടപ്പെടാൻ അവൻ തിരിച്ചു വന്നു. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ അത് താല്പര്യമില്ലാതെ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വരുന്നത് രാഷ്ട്രീയ കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിക്കുന്നത്. പിന്നീട് ഈ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാവുന്നു, കാരണം ഈ ഫീസ് കൊടുക്കുക ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായ സമയത്ത് പിന്നെ ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു. ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ആദ്യമായിട്ട് ഞാൻ ചെയ്തൊരു ജോലി എന്ന് പറയുന്നത് ഒരു ബുക്കിന്റെ റെപ്രസെന്റേറ്റീവ്. പിന്നെ അന്ന് ഞാൻ ആലക്കോടാണ്. ആലക്കോട്
ഈ സമയത്ത് അന്ന് ഈ ആലക്കോട് ഈ കോളേജ് പഠിക്കുമ്പോൾ തന്നെ പിന്നെ ഇവിടെ രാധ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടൈപ്പ് റൈറ്റിംഗും ഷോട്ടുകാരൊക്കെ പഠിക്കുക. അപ്പം അങ്ങനെ ഞാൻ ഇവിടെ വരുന്നത് ഞാൻ കസിൻ എന്ന് പറയുന്നത് അവരെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് എൻ്റെ രക്ഷിതാക്കളോടൊപ്പം തന്നെ ഇവിടെ എൻ്റെ തൊട്ടടുത്ത് ശ്രീധരൻ നായർ എന്ന് പറയുന്നത് എൻ്റെ വളർത്തച്ഛൻ എന്ന് പറയാം, അദ്ദേഹം മരിച്ചുപോയി ആലക്കാട്. അപ്പോൾ അവരുടെ മക്കളെ ഇവിടെ കല്യാണം കഴിച്ചു, ചേച്ചി. അപ്പം ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഞാൻ ആദ്യം വരുന്നത്. അങ്ങനെയാണ് ഞാൻ വരുന്നത്. അങ്ങനെ വന്ന് ഇവിടുത്തുകാരനായി മാറുകയും ചെയ്തത്. അപ്പൊ അവരൊരിക്കലും മറക്കാൻ കഴിയും. എന്റെ വളർച്ചയുടെ പടവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് വഹിച്ചത് അവർ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഈ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിക്കുന്നു. അത് പിന്നീട് എനിക്ക് ഇത് മുമ്പോട്ട് പഠിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായ സമയത്ത് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ജോലിക്ക് പോയി. അത് കോഴിക്കോട് കാരന്തൂരാണ് ഈ ബുക്കിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ പോയി അവിടെ ഈ ബുക്ക് റെപ്രസെന്റേറ്റീവ് പറഞ്ഞാൽ ഈ ബുക്ക് നല്ല പെട്ടിയൊക്കെ ഉണ്ട്. ആ പെട്ടിയിൽ ഈ കുട്ടികൾക്കുള്ള ബുക്ക്, സ്കൂളിലേക്കുള്ള കുട്ടികൾക്കുള്ള ബുക്ക്, LP UP കുട്ടികളുടെ ഈ കൊണ്ടുപോയിട്ട് പിന്നെ അത് വിൽക്കുക, എന്നിട്ട് പൈസ എടുത്ത് ഇതിനകത്ത് വിൽക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. അപ്പൊ അങ്ങനെ വന്ന് അത് കുറെ ദീർഘമായി കുറെ സംസാരിക്കാൻ നമ്മൾ സമയത്തോട് തന്നെ പറയാം. അങ്ങനെ ആദ്യം തുടങ്ങിയ പരിപാടി അതാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കണ്ണൂർ ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. ആ ലോഡ്ജിൽ താമസിക്കുമ്പോൾ വേറൊരു ആളെ പരിചയപ്പെടുന്നു. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടിട്ട് ഇതിനോടൊപ്പം തന്നെ ഈ കമ്പിളി വിൽപ്പന, ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കാം, കമ്പിളി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരാറുണ്ട്. അപ്പൊ ഈ കമ്പിളി വിൽപ്പന, കമ്പിളി എന്ന് പറഞ്ഞാല് വലിയ നല്ല ബ്ലാങ്കറ്റ്. അപ്പൊ മറ്റേ പരിചയപ്പെട്ട ആള് ഇങ്ങനെ ബ്ലാങ്കറ്റ് കൊണ്ടുവന്നിട്ട് വിൽക്കും. ഈ ബ്ലാങ്കറ്റുമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഈ സർക്കാർ ഓഫീസുകളിൽ പോകും. ബ്ലാങ്കറ്റ് ഒരു കവറിലാക്കിയിട്ട് BSNL ഒക്കെ ഒരുപാട് ജീവനക്കാരുടെ ഓഫീസ്. അപ്പൊ അങ്ങനെ കണ്ണൂരിലെ പല സർക്കാർ ഓഫീസുകളിലും പോയി ബ്ലാങ്കറ്റിന് ഓർഡർ എടുക്കുക, ബ്ലാങ്കറ്റ് വിൽക്കുക. ആ ഒരു പരിപാടി അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഈ വാട്ടർ അതോറിറ്റിയുടെ വർക്ക് ചെയ്യുന്ന ഒരു കോൺട്രാക്ടറെ പരിചയപ്പെട്ടു. അപ്പൊ അയാൾ എന്നെ ഇത് കണ്ടിട്ട് പറഞ്ഞു, ഈ ഒരു കാര്യം നീ ഞങ്ങളോടൊപ്പം ചേർന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ സൂപ്പർവൈസർ ആക്കിയിട്ട് അയാളുടെ ഒപ്പം വാട്ടർ അതോറിറ്റി ഒപ്പം പൈപ്പ് ലൈൻ. അപ്പൊ ഈ കുറെ കാലം ഇങ്ങനെ ഈ അന്ന് ഈ ഹിന്ദിക്കാരില്ല, തമിഴന്മാരാ ഈ പണിക്കാര്. അപ്പൊ അവരോടൊപ്പം ഇങ്ങനെ നിന്ന് ഈ പണിയെടുപ്പിക്കുക, നോക്കി നടത്തുകയൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്തപ്പോഴാണ് ഒരു എഞ്ചിനീയർ എന്നോട് പറയുന്നത്, നിങ്ങൾക്ക് ഒരു കാര്യം നിനക്ക് പിന്നെ ഈ സൂപ്പർവൈസർ എന്നുള്ള പരിപാടി നിനക്ക് സബ്ബായിട്ട് ഇവരുടെ എടുത്തുകൂടെ, പൈസ സബ്ബായിട്ട് കോൺട്രാക്ടർ മേടിക്കാം. അപ്പൊ അങ്ങനെ ഞാൻ ഇവരുടെ അടുത്ത് സബ്ബായിട്ട് വർക്ക് എടുത്തു. എന്നിട്ട് ഞാൻ ഈ മധുരയിലൊക്കെ പോയിട്ട് പിന്നെ ഈ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ പണിയെടുപ്പിക്കും. അപ്പൊ എനിക്കൊരു കമ്മീഷൻ കിട്ടും, പൈസ എനിക്ക് കിട്ടും. അപ്പൊ ഞാനും ഈ കൂടുതൽ ഈ പിക്കാസും ഇതൊക്കെ എടുത്തിട്ട് റോഡിലേക്ക് അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ പ്രായത്തിലാണ്. അത് കഴിഞ്ഞ് തീർത്തും പിന്നെ ചെറുപ്പമാണ്, വെയിലൊക്കെ തളർന്ന് നിൽക്കുന്ന സമയത്ത് പിന്നെ എന്റെ സുധി ചേച്ചി എന്ന് പറയുന്നവരുടെ പിന്നെ അനിയത്തിയുടെ ഭർത്താവ് ഇവിടുത്തെ നമ്മുടെ ഫിലിം സിറ്റിയുടെ MD ആണ് ഹരിയാട്ട്. അപ്പൊ ഹരിയാട്ടിന് ഒരു കട തുടങ്ങുന്നു, പുതിയ കട തുടങ്ങുന്നുണ്ട്. അപ്പൊ എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നു. അങ്ങനെ ഞാൻ ഇവിടെ ആദ്യമായിട്ട് ആലക്കോട് വന്ന ഒരു പിന്നെ ലീന ഫാൻസി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴുണ്ട് ഫാൻസി കട, അവിടുത്തെ ആളായിട്ട് കയറുന്നു. അവിടെ നിന്ന് കുറെ വർഷം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നീട് പിന്നെ ബിസിനസ് മേഖലയ്ക്ക് ആദ്യം തുടങ്ങിയത് ഞാനും ഒരു ജോയിച്ചേട്ടൻ പറഞ്ഞ ആളും കൂടിയിട്ട് ഒരു മണ്ണെണ്ണ കടയാണ്. വെള്ള മണ്ണെണ്ണ വിൽക്കുന്ന മണ്ണെണ്ണ റേഷൻ കടയല്ലേ? മണ്ണെണ്ണ റേഷൻ കടയില കിട്ടുക, വെള്ള മണ്ണെണ്ണ പ്രൈവറ്റ് ആയിട്ട്. അപ്പം അത് വിൽക്കുന്ന ഒരു കട തുടങ്ങുന്നു. അത് തുടങ്ങി അത് കുറച്ചു കാലം കഴിഞ്ഞ് പിന്നെയാണ് വേറെ ഒരു പ്രധാനപ്പെട്ട കടയിലേക്ക് മാറുന്നത്. അത് ഞാൻ കോട്ടയസിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് പാലക്കാട് ബാസുവേട്ടൻ. അപ്പൊ അവർ ഒരു പരിപാടി നമുക്ക് തുടങ്ങാം, ഇരുമ്പ് കച്ചവടം, ആക്രിക്കട തുടങ്ങി. ആക്രിക്കട ഞങ്ങൾ രണ്ടും കൂടി പാർട്ട്ണർഷിപ്പിൽ ആക്രിക്കടയൊക്കെ തുടങ്ങി. പല തമിഴന്മാരൊക്കെ പിറക്കി സാധനം കൊണ്ടുവരും. രാവിലെ മറ്റേ കുറെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ ചുമരത്ത് നോക്കിയിട്ട് തമിഴന്മാരെ മാലയൊക്കെ നോക്കി ഭയങ്കര സെറ്റപ്പില് ആക്രിക്കട. കുറച്ചു കാലം ഞങ്ങൾ തമ്മിൽ അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ബിസിനസ് തുടങ്ങി. അപ്പോൾ അന്നേരം എനിക്കൊരു വലിയ അസുഖം വന്നു, പനി വന്നിട്ട് കരളിനെ ബാധിച്ചു. അതിന് പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അങ്ങനെയൊക്കെ ഇത് കഴിഞ്ഞ് ഈ ബിസിനസ് മേഖലയിൽ ഇങ്ങനെ പിന്നെ വേറെ തലത്തിലേക്ക് മാറുന്നു. അപ്പൊ ഞാൻ ആർട്ടിസ്റ്റ് കൂടിയാണ്, അതായത് ബോർഡൊക്കെ ഉണ്ട്, എല്ലാ പരിപാടി, ബോർഡ് പെയിന്റിങ് പണി. അത് ഈ മണ്ണെണ്ണ കടയുള്ള സമയത്താണ്. ആ പെയിന്റിങ് കൂടി അങ്ങനെ എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഈ പനി വന്ന് സമയത്ത് പിന്നെ എൻ്റെ ജീവിതത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ അത് എനിക്ക് തളർന്നുപോയി. സുഖമില്ലാതായി പോകുന്നു. അപ്പം അതിനിടയ്ക്കാണ് പിന്നെ കല്യാണം കഴിയുന്നത്. ശ്രീനേട്ടൻ ഇപ്പം ഇവരുടെയൊക്കെ കമ്പിളി കച്ചവടം, ആക്രി കച്ചവടം, പിന്നെ മറ്റ് പെയിന്റിങ്, അങ്ങനെ പല ബിസിനസിനെ കുറിച്ചും പറഞ്ഞല്ലോ. അതിനുശേഷം ആലക്കോട് കുറച്ചും കൂടെ വിപുലമായ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നെല്ലാം പറയുന്നത് മാറിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറിച്ചൊന്ന് കാര്യങ്ങളിലൊന്നും പിന്നെ അത് പറയുമ്പോൾ അത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ്, കുറെ വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ആലക്കോട് ടൗണിൽ പിന്നെ ഒരു വലിയ ബിസിനസ് സ്ഥാപനം ആരംഭിക്കുന്നു. അതൊരു കടയിലെ സ്റ്റാഫായിട്ട് കയറി. പിന്നീട് ഞാനത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തു. പിന്നെ TV ഒക്കെ വലിയ കടയായിരുന്നു. 7 സ്റ്റാഫ് എന്റെ കടയിൽ തന്നെ ഉണ്ടായിരുന്നു. 7 സ്റ്റാഫിന്റെ വലിയ കടയായിരുന്നു. എത്ര വർഷം മുമ്പാണ്? 15 വർഷത്തിന് മുമ്പാണ്. 15 വർഷം മുമ്പ്, 18 വർഷത്തിനൊക്കെ കിടക്കും. അന്നേരം തന്നെ 7 സ്റ്റാഫ് വലിയ കച്ചവടമൊക്കെ ആയിരുന്നു. അപ്പൊ അത് വലിയ നഷ്ടം വന്നു. അന്നത്തെ കാലത്ത് ഒരു നഷ്ടം വന്നു. പിന്നീട്
ആ സമയത്ത് തന്നെയാണ് ഞാൻ ഈ മാധ്യമ രംഗത്തേക്ക് കടക്കുന്നത്. അതായത് അതിനോടൊപ്പം തന്നെ ഈ SCB ഏഷ്യാനെറ്റ് കേബിൾ വിഷന്റെ ഇതില് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ജിജിച്ചേട്ടുണ്ട്. ജിജിച്ചേട്ടനോട് പറഞ്ഞിങ്ങനെ വാർത്ത വായിക്കാൻ ഒരാളെ വേണം, പാർട്ട് ടൈം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ വന്നു പറഞ്ഞു. അങ്ങനെ എനിക്കത് ഭയങ്കരമായിരുന്നു ഈ ഇതിലൊക്കെ. അന്നേരം ശ്രീനേട്ടൻ ഈ വായിക്കാൻ അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. എക്സ്പീരിയൻസിലേക്ക് പറയുമ്പോൾ ഞാൻ ശരിക്കും ഒരു ആർട്ടിസ്റ്റാണ്. മീൻസ് ഞാൻ നാടകം, പിന്നെ അങ്ങനെയുള്ള സീരിയലുകൾ, ടെലിഫിലിമുകളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതായത് 2000 കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും DYFIയുടെയും കലാജാഥയിലെ മെമ്പറായിരുന്നു. അതോടൊപ്പം തന്നെ നാടക അഭിനയങ്ങൾ, സ്കൂളിലെ പിന്നെ നാടകങ്ങൾ പഠിപ്പിക്കുക, അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. എനിക്ക് ഇതുകൊണ്ട് ഭയങ്കര താല്പര്യം. അപ്പം അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ന്യൂസ് റീഡർ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അതാണ് എൻ്റെ ഈ മാധ്യമ രംഗത്ത് തുടക്കം അല്ലേ. പിന്നീട് എൻ്റെ സുഹൃത്തുക്കളായിട്ട് ചേർന്ന് പിന്നെ ഒരു അന്തിപത്രം, അതായത് സായാഹ്ന പത്രം നടത്തി. ഒരു അനില് പിന്നെ രവിയായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തലപ്പുംകാരും ഒക്കെ ആയിട്ട് പത്രം നടത്തി. അതിനുശേഷം കണ്ണൂർ മെട്രോ എന്ന് പറഞ്ഞ സായാഹ്ന പത്രത്തിന്റെ റിപ്പോർട്ടറായിട്ട് കയറി. അവിടുന്ന് പിന്നെ അപ്പോൾ തന്നെ ഞാൻ പിന്നീട് ഈ സ്ട്രിങ്ങറായിട്ട്, അതായത് മാതൃഭൂമി വിജയേട്ടൻ, CK വിജയേട്ടനെ മറക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് തന്നെ ഈ TV ചാനലിൽ കൊണ്ടുവന്ന് മാതൃഭൂമിയുടെ റിപ്പോർട്ടർ വിജയേട്ടനാണ്. CK വിജയേട്ടനോട് ഇങ്ങനെ സ്ട്രിങ്ങറിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ മാതൃഭൂമിയിൽ സ്ട്രിങ്ങർ ആയിട്ട് വന്നു. അവിടെ നിന്ന് അവർ പറഞ്ഞാണ് കണ്ണൂർ വിഷനിലേക്ക് വന്നു. പിന്നെ SEAL TV അതിലൊക്കെ ഇങ്ങനെ സ്ട്രിങ്ങറായിട്ടും റിപ്പോർട്ടറൊക്കെ ആയിട്ട് ജോലി ചെയ്തു. അങ്ങനെ പിന്നെ ഏകദേശം കേരളത്തിലെ എല്ലാ ഒട്ടുമിക്ക ചാനലുകളും സ്ട്രിങ്ങറായിട്ട്, അതായത് വാർത്ത കൊടുക്കുക, അതിന് പൈസ വരുന്നത്, അങ്ങനെയൊക്കെ ആ സമയത്ത് ചെയ്തു. അങ്ങനെ പിന്നെ സൂര്യ TV ഒരു പ്രോഗ്രാമിൽ കോർഡിനേറ്റ് ചെയ്ത്, പിന്നെ അതായത് കഥകൾക്കപ്പുറം എന്ന് പറഞ്ഞ പ്രോഗ്രാം, അത് കുറേ വർഷം അതിനോടൊപ്പം ചേർന്ന് നിന്നു. ആ സമയത്താണ്, അതേ സമയത്ത് തന്നെ ഞാൻ ചെയ്യുന്നത് ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ചാനൽ. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇംഗ്ലീഷ് ടുഡേ ഇന്ത്യ ടുഡേ അതിനൊരു അവർക്കൊരു വലിയ ദേശീയ ഒരു ഇതല്ലേ മറ്റേ മാസിക അല്ല, അത് വേറെയാണ്. ഇംഗ്ലീഷ് ചാനൽ ആജി തക്ക് അവർ ഹിന്ദി ചാനൽ, അത് ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ചാനൽ, ദേശീയ ചാനലാണ്. ഈ ചാനലിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെടും. അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം എനിക്ക് ഇംഗ്ലീഷ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല. എങ്കിൽ പോലും ഞാൻ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള സ്ട്രിങ്ങറായിട്ട് ഇന്ത്യ ടുഡേയിൽ മാറിയ. അവിടുന്ന് ഈ IS തീവ്രവാദവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ പടന്നക്കാട് 23 കുടുംബങ്ങൾ ISലേക്ക് പോയി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്നെ ഇന്ത്യ ടുഡേ വിടുന്നു. ഞാൻ അവിടെ പോയി ഹിഡൻ ക്യാമറയൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. അപ്പൊ അത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അങ്ങനെ ആ രീതിയിലേക്ക് ഒരു വലിയ മികവ് കാണിക്കാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ. പിന്നീട് ഇന്ത്യ ടുഡേ ഇവിടുന്നുള്ള സ്ട്രിങ്ങേഴ്സിനെ പിൻവലിക്കുക. കാരണം കേരളത്തിൽ അവർക്ക് ഇല്ല, ഒരു റിപ്പോർട്ടർ മാത്രം നിലനിർത്തിക്കൊണ്ട് അവർ പിൻവലിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ത്യ ടുഡേ മാറുന്നത്. പിന്നീട് ന്യൂസ് 18 കയറുന്നു. ന്യൂസ് 18 കേരളത്തിലേക്ക് വരുന്നു. മുകേഷ് അംബാനിയുടെ ചാനലാണ്. അപ്പോൾ ന്യൂസ് 18 പിന്നെ ഞാൻ കയറി റിപ്പോർട്ടർ ആവുന്നു. അത് ഈ അടുത്ത കാലത്ത് വരെ ന്യൂസ് 18 ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ദൂരദർശന്റെ കണ്ണൂർ റിപ്പോർട്ടറായിട്ടാണ്. ദൂരദർശന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ. അപ്പൊ അതിനകത്താണ് മാധ്യമ രംഗം. അതോടൊപ്പമാണ് നമ്മുടെ ചാനല് ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. ശ്രീനേട്ടൻ ഇപ്പോൾ പിന്നെ പല ചാനലിൻ്റെയും പിന്നെ ചെറിയ പത്രത്തിൻ്റെയും മറ്റും മറിച്ചും അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞല്ലോ. പക്ഷെ അന്നേരം ഒന്നും ഈ ശ്രീനേട്ടനെ അത്ര ഒരു പബ്ലിസിറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ശ്രീനേട്ടൻ അതിന് ശേഷം ശ്രീനേട്ടൻ്റെ തന്നെ ഒരു ചാനൽ തുടങ്ങി. ശ്രീനേട്ടൻ അതിലൂടെയാണല്ലോ ആൾക്കാർ അറിയാൻ തുടങ്ങിയതും. ശ്രീനി ആലക്കോട് ആയി വന്നത്. ഇപ്പോൾ ആലക്കോട് എന്ന് പറഞ്ഞാൽ ശ്രീനേട്ടനെ അറിയാത്ത ആൾക്കാരില്ല. ആലക്കോട് എന്നല്ല, എല്ലാ പ്രദേശവും. അന്നേരം അതിലേക്ക് എങ്ങനെയാണ് ശ്രീനേട്ടൻ്റെ എത്തിയത്? അതൊരു കഥയാ. അതായത് അത് ഈ നമ്മുടെ ഈ ലോക്ക്ഡൌൺ എന്നൊക്കെ പറയുന്ന സംഭവമുണ്ടല്ലോ. ലോക്ക്ഡൌണും കോവിഡും ഒക്കെ ഒരുപാട് ആളുകളെ ബാധിച്ചു. 19-20 അതെ, 2019 പ്രളയം മുതൽ ഇങ്ങോട്ട് ഇതൊക്കെ ആളുകളെ ബാധിച്ച കാര്യമാണ്. പക്ഷെ അതിൽ കുറെ ആൾക്കാർ രക്ഷപ്പെട്ടു പോയി. അതിൽ കൂടുതൽ ആ ഒരു ലോക്ക്ഡൌണും പ്രളയമൊക്കെ വന്ന സമയത്ത് രക്ഷപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ എനിക്ക് പറയാം. കാരണം എന്ന് പറഞ്ഞാല് ഞാൻ ഈ സമയത്ത് അന്ന് ഈ മാധ്യമ പ്രവർത്തകർക്ക് പോലീസിന് മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ അനുമതിയുള്ളൂ. അല്ലാതെ ഇങ്ങനെ ആളുകളൊക്കെ ആദ്യം കാണാതെയൊക്കെ പോകേണ്ട ഒരു അവസ്ഥയാണല്ലോ. അപ്പൊ ആ സമയത്ത് പിന്നെ ഞാൻ ഈ പുറത്ത് എല്ലാ ദിവസവും പോകും. മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ജോലിയുടെ ഭാഗമായിട്ട് പോകും. അങ്ങനെ പോകുമ്പോൾ ഈ വൈകുന്നേരം പോയിട്ട് അമ്പലത്തിന്റെ ഗ്രൗണ്ടിൽ വണ്ടി നിർത്തും. ക്ഷേത്രത്തിന്റെ മുമ്പിൽ വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ ഇരുന്നിട്ട് ഒരു കടലാസിൽ എഴുതും അന്നത്തെ കാര്യങ്ങളൊക്കെ, എന്താ അങ്ങനെ സംഭവിച്ചു, അവിടെ ഇവിടെ ഇങ്ങനെ എന്താ പോകുന്നു. എന്നിട്ട് അത് ഈ ഗ്ലാസിന്റെ അടുത്ത്, ഫോണിന്റെ അടുത്ത് വെക്കും. എന്നിട്ട് ഇതിങ്ങനെ നോക്കിയിട്ട് വായിക്കും. ഈ അതിന് ഫോൺ മുമ്പിൽ വെക്കും, സെൽഫി ഇതില്. എന്നിട്ട് അത് വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ ലൈവ് കൊടുക്കും. ലൈവ് കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഇത് കാണും കുറെ. അപ്പൊ ആളുകൾക്ക് ഇത് കാണാനുണ്ട്, എന്താണ് അവിടെ സംഭവിക്കുന്നത്, പുറത്തുള്ള കാഴ്ചകളാണല്ലോ. അപ്പൊ അങ്ങനെ വന്ന് അവിടെയാണ് എന്റെ തുടക്കം. ഇതിലെ ഈ സോഷ്യൽ മീഡിയയിൽ നേരെ 2014 ഞാൻ സോഷ്യൽ മീഡിയ സജീവമായിരുന്നു. ഫോട്ടോ ഒക്കെ ഇടുന്നതിനപ്പുറത്ത് ഈ രീതിയിൽ ഈ സമയത്താണ്. അപ്പൊ കുറെ ആളുകൾ എന്നെ കാണാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ കാണാൻ തുടങ്ങിയിട്ട് പിന്നെ അതെനിക്ക് സ്ഥിരം ഹരമായി. പിന്നെ ഒരു മാസം കഴിഞ്ഞ് എഴുതി വെക്കുന്ന ഒഴിവാക്കിയിട്ട് പറയാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ എങ്ങനെയാണ് ഞാൻ അതിനകത്ത് ക്ലിക്ക് ആകുന്നത്.
പിന്നീട് അതോടനുബന്ധിച്ച് തന്നെ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞ സമയത്ത് കുറേ പാട്ടുകാരുണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ടുകാര് എന്താ സംഭവിച്ചത് പറഞ്ഞാൽ ഈ പാട്ടുകാർക്ക് ഒരു അവസരമില്ലാത്ത അവസരം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു സംഗീത പരിപാടി തുടങ്ങിയേക്കാന്നായിരുന്നു. അങ്ങനെ എന്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് എല്ലാ ദിവസവും 1 മണിക്കൂർ രാത്രി 8:30 മുതൽ 9:30 വരെ 1 മണിക്കൂർ ഒരു സംഗീത പരിപാടി ലൈവ് കൊടുക്കാൻ തുടങ്ങി. അപ്പം ഇവിടുന്നൊക്കെയോ ആളുകൾ തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, വയനാട് അവിടെ നിന്നൊക്കെ ആൾക്കാർ ഈ പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നു. ഇവിടെ വന്ന് നമ്മുടെ പരിപാടി അറ്റൻഡ് ചെയ്യുന്നു. അത് 10,000-കണക്കിന് ആളുകൾ കാണുന്നു. അപ്പം അത് അവർക്കൊരു സന്തോഷമായി, ഭയങ്കര റീച്ച് കിട്ടി. അങ്ങനെ എന്നെ കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ കൂടുതൽ ഇതിലേക്ക് വന്നത്. പിന്നെ അത് മാത്രമല്ല, പിന്നെ പറഞ്ഞാൽ മറ്റ് ബ്ലോഗർമാരെന്ന് പറഞ്ഞാൽ അവർ ഒരു പിന്നെ സാധാരണഗതിയിൽ ഒരു വീഡിയോ ചെയ്യുന്നു, അതിനപ്പുറത്ത് അല്ല ചെയ്യുന്നത്. ഞാൻ എന്തെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന് പിറകെ നടന്നിട്ട് അതിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ജനകീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ജനകീയ വിഷയങ്ങളാകുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. ആളുകൾ എന്ത് പറയും, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഭീഷണി ഉണ്ടാവും, അല്ലെ, അതൊക്കെ പറയേണ്ടി വരും. അതൊക്കെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം വിഷമം തന്നെ ആയിരുന്നു. ആദ്യമൊക്കെ ആളുകൾ പിന്നെ ഈ ഫേസ്ബുക്കിൽ വന്ന് തെറിയൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര വിഷമമൊക്കെ. പിന്നീട് പിന്നെ അത് ഞാൻ മാറി. കാരണം ഈ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഗുണമുണ്ട്. കാരണം കൂടുതൽ ആളുകൾക്ക് ഇത് എത്തുമെന്ന് കണ്ടപ്പോൾ ഞാനത് മാറ്റി പിടിച്ചു. അത് നെഗറ്റീവ് അടിക്കുന്നവർ അടിച്ചോട്ടെ. പക്ഷെ ഇപ്പം എന്ന് പറയാം, സത്യത്തിൽ ആദ്യ സമയത്ത് നെഗറ്റീവ് വരുന്ന സമയത്ത് പ്രതികരിക്കാറുണ്ടോ? ഞാൻ പ്രതികരിക്കാന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഭയങ്കര പ്രശ്നം വരും. കാരണം ആളുകൾ നമ്മളൊന്നും അറിയാത്ത പോലെ തന്നെ ആളുകൾ ഇങ്ങനെ വെറുതെ പ്രതികരിക്കുമ്പോൾ നമുക്ക് പ്രതികരിച്ച ശേഷി ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നമ്മൾ പ്രതികരിക്കും. അപ്പം അത് പിന്നീട് പിന്നെ ഞാൻ ഈ പ്രതികരിക്കൽ നിർത്തി, നേരിട്ട് പ്രതികരിക്കും. കാരണം ഇത് അന്നത്തെ കാലത്ത് ഈ റെക്കോർഡൊന്നും ചെയ്യാൻ വലിയ കാര്യം ഉണ്ടാവില്ല. ഇപ്പം പക്ഷെ ആളുകൾ സംസാരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യും. അപ്പോ അത് നിർത്തി. അതുകൊണ്ട് ആളുകളുടെ ഈ തെറി പറയലും കുറഞ്ഞു. എന്താ പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇപ്പം ഒരു 100%-ൽ ഒരു 90% സപ്പോർട്ട് ചെയ്യുന്നു, 10% നെഗറ്റീവായി. പക്ഷെ അതെന്തായാലും സമൂഹത്തിന്റെ ഭാഗമാണ്, അത് ഉണ്ടാകും. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പിന്നെ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. പക്ഷെ 2002 ശേഷം ഞാൻ രാഷ്ട്രീയ രംഗത്തില്ല. രാഷ്ട്രീയ രംഗത്തില്ല. അപ്പൊ എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ട് നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. നല്ലത് ഏത് പാർട്ടി ചെയ്താലും അവർക്ക് സപ്പോർട്ട് ചെയ്യും, മോശം ചെയ്താൽ തുറന്നു പറയും. അതിനകത്ത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല ചെയ്യുന്നത്, മുഖം നോക്കാതെ ഞാൻ സംസാരിക്കും. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു കുറെ ആളുകൾ എന്റെ ഫോളോവറായിട്ട് വരുന്നത്. അല്ലാതെ നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് അതൊക്കെ എനിക്കൊക്കെ ഒരുപാട് വിഷമം തരുന്ന സംഭവം. കാരണം പൈസ മേടിച്ചിട്ട് വാർത്ത ഒതുക്കി, പണം മേടിച്ച് വാർത്ത ഒതുക്കി, അങ്ങനെയൊക്കെ പറയല്ലേ. എന്താണ് സംഭവം എന്ന് അറിയില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മാധ്യമപ്രവർത്തനം ചെയ്യാൻ കഴിയില്ല. കാരണം അയാൾക്ക് ലൈവായിട്ട് നിൽക്കണമെങ്കിൽ പണം വാങ്ങിയിട്ട് വാർത്ത ചെയ്യാൻ കഴിയില്ല. കാരണം അയാൾ പണം വാങ്ങിപ്പോയാൽ പിന്നെ ആ പണം വാങ്ങിയവരുടെ അടിമയായി മാറും. ഒരാൾക്കും ഒരു കാരണവശാലും അയാൾക്കെതിരെ വാർത്ത ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു മാധ്യമപ്രവർത്തനം ചെയ്യാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഈ ആളുകൾക്ക് എന്തും പറയാം, ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ ഈ മാധ്യമ രംഗത്ത് നിന്ന് പിന്നെ യഥാർത്ഥത്തിൽ ആദ്യമൊക്കെ എനിക്ക് പിന്നെ ഇത് മോണിറ്റൈസേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. കാരണം നമ്മൾ ഈ സംസാരിക്കുന്ന രീതിയൊക്കെ അനുസരിച്ച് ഫേസ്ബുക്ക് അത് തരില്ല. പക്ഷെ ഞാൻ പ്രൊമോഷൻ വീഡിയോ ചെയ്യാറുണ്ട്. അത് എനിക്കും ഗുണമാണ്, ആ കമ്പനിക്കും ഗുണമാണ്. അതാണ് എൻ്റെ ഒരു വരുമാന മാർഗ്ഗം. ശ്രീനിയേട്ടന്റെ കുടുംബം, ഭാര്യ, മക്കള് അവരൊക്കെ എന്ത് ചെയ്യുന്നു? ഭാര്യ ജോസ്ന ദുബായിലെ ഒരു കമ്പനിയിൽ HR ആയിട്ട് വർക്ക് ചെയ്യുന്നു. മോള് നിരഞ്ജന, അവള് കല്യാണി എന്നാണ് വിളിക്കുക. അവള് ബ്ലോഗൊക്കെ ചെയ്യുന്നത് കേട്ടോ. പഞ്ചാബില് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഫോറൻസിക്കിന് പഠിക്കുന്നു. എത്രാമത്തെ വർഷമായി? അതിപ്പോ ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ നീരജ്, അവൻ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നിഹാര, അവള് 2ാം ക്ലാസ് പഠിക്കുന്നു. അവർ രണ്ടുപേരും സെന്റ് മേരീസ് പൂവം സ്കൂളിലാണ് പഠിക്കുന്നത്. വീട് ഇപ്പൊ ആലക്കോട് തന്നെ. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് പിന്നെ ആലക്കോടായിരുന്നു. ഇപ്പം താമസിക്കുന്നത് കുറച്ച് ഒരു 6 മാസമായിട്ട് ഈ നാടുകാണിക്കടുത്ത് കായാട്ട് പറയുന്ന സ്ഥലം. ഈ സ്വന്തം മേഖലയിൽ നമ്മൾ ഈ ഇങ്ങനത്തെ ചാനൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ഈ നമുക്ക് എതിർപ്പുകളും അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ നെഗറ്റീവ് നേരത്തെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതുപോലെ വല്ലാതെ എതിർപ്പുകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു ശ്രീനേട്ടാ? എന്നെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴാണ്. കാരണം ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും 5 നയാ പൈസ മേടിച്ച് വാർത്ത ചെയ്യാറില്ല, അത് ഹൈഡ് ചെയ്യാറില്ല. അല്ലെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. എനിക്ക് എൻ്റെതായ ഒരു ഇതുണ്ട്. അത് നോക്കിയിട്ട് ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോയി കണ്ടിട്ട് അതെനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വാർത്ത ചെയ്യാറുള്ളൂ. ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ. ചില ആളുകളുടെ ഒരു ധാരണ പറയുന്നത് നമ്മൾ പിന്നെ ശ്രീനി ആലക്കോടിന് പണം കൊടുത്തൊരു വശത്താക്കാം, അത് ചെയ്യും, അങ്ങനെയുള്ള ധാരണ ചില ആൾക്കാർ വിളിച്ചു പറയാറുണ്ട്. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് ആവശ്യമില്ല. കാരണം അങ്ങനെ ചെയ്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നിലനിൽക്കാൻ കഴിയില്ല. പിന്നെ എനിക്ക് ഏറ്റവും വെറുപ്പുളവാക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ജാതി മതം എന്നുള്ള വേർതിരിവില് ആരെയും സംസാരിക്കുമ്പോഴാണ്. അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ചില ആൾക്കാർക്ക് എന്നെ അറിയാതെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു, നീ ആ മതത്തെ കുറിച്ച് സംസാരിച്ചാൽ നിന്നെ അങ്ങ് മൂക്കി കയറ്റി കഴിയും. ഒരിക്കലും എന്നെ ഞാൻ പറയാറുണ്ട്, ഞാൻ പല വീഡിയോസും സംസാരിച്ചിട്ടുണ്ട്,
എന്നെ മൂക്കിക്കാരാട്ടെ, ഞാൻ ജനിച്ചാൽ ഒരിക്കൽ ആരും മരിക്കും അല്ലേ? പിന്നെ നമ്മൾ ഒരു അടയാളപ്പെടുത്തൽ നടത്തിയിട്ടാണ് പോകുന്നത്. അതെ അതെ. അല്ലാതെ ഇപ്പൊ രഞ്ജിത്ത് ഇവിടെ സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു, അത് രഞ്ജിത്ത് നിലപാടാണ്. അതെ അതെ. എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുന്നു, അത് എന്റെ ചാനലിലാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ അത് ആളുകൾക്ക്, ചില ആളുകൾക്ക് എതിർപ്പുകളായിട്ട് തോന്നാം. പക്ഷെ ചില ആളുകൾക്ക് അത് ഞാൻ എന്താണ് ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു, അത് ജനങ്ങളോടൊപ്പം നിന്നിട്ടാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് നിങ്ങളിപ്പോൾ ആരെങ്കിലും വന്നിട്ട് പിന്നെ എന്നെ മൂക്കി കയറ്റുന്ന ഒരാളൊന്നും ശ്രീനി ആലക്കോട് പേടിച്ചിട്ട് പിന്തിരിഞ്ഞോടുന്ന ആളല്ല. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പം 51 വയസ്സായി കണ്ടാലും അപ്പൊ മനസ്സിലാക്കും, ഇത്രയും വർഷം ജീവിച്ചില്ലേ, ഇനിയൊന്നും കൂടുതൽ വർഷം ഉണ്ടാകണമെന്നും ഒരു നിബന്ധനയും ആർക്കും കൊടുത്തിട്ടില്ല. ഇല്ലല്ലോ, അങ്ങനെയില്ല, അങ്ങനെ നിബന്ധനയേ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരത്തിൽ ആരെയും പേടിയില്ല. ഇനി അങ്ങോട്ട് എത്ര കാലം നമ്മൾ ഈ മേഖലയിൽ ഉണ്ടാകുമോ ആ സമയം വരെ നീതിക്കൊപ്പം ഈ നാട്ടുകാർക്കൊപ്പം ഞാൻ നിൽക്കും. അതാണ് എൻ്റെ പോളിസി. അത് തുടർന്നുകൊണ്ടേയിരിക്കും തീർച്ചയായും. അപ്പോഴേ രഞ്ജിത്തിനെ ആദ്യമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നിങ്ങളുടെ ഫോണിൽ കൂടി മാത്രമേ, നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. എപ്പോഴാണ് വന്നപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. ഒരു സത്യത്തില് ഭയങ്കര സന്തോഷമായി. കാരണം എന്റെ ഒരു ഇന്റർവ്യൂ നടത്തുന്നത് ഒരാളെ എന്നെ ഇന്റർവ്യൂ ഒരുപാട് ആളുകൾ എന്നെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ ഞാൻ വലിയ ആളല്ല. എങ്കിൽ പോലും സാധാരണ പിന്നെ രഞ്ജിത്തിനോട് പറഞ്ഞത് ശ്രീനിയേട്ടനെ കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ കാണുന്നുണ്ടല്ലോ, എന്താണ് ശ്രീനിയേട്ടൻ എന്ന് അറിയട്ടെ. ഇത് എൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. കാരണം നമ്മൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ മണിക്കൂറുകളോളം പറയാനും ഉണ്ടാവും. കാരണം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തു, അത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് ഇപ്പം ഈ മേഖലയിൽ എത്തിയതാണ്. ഇപ്പോഴും ഞാൻ വലിയൊരു സെറ്റൊന്നും ആയിട്ടില്ല, എങ്കിൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും രഞ്ജിത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇത് ആളുകളൊക്കെ കാണട്ടെ, കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തിയാണല്ലോ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെപ്പോലുള്ള ആളുകൾ. രഞ്ജിത്ത് ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എല്ലാവിധ ഭാവങ്ങളും തരിക. ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഈ അറിയപ്പെടാതെ പോകുന്നു. അവരുടെയൊക്കെ ആളുകളെ പോയി അവരെ കണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി പങ്കുവെച്ചാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം അറിയട്ടെ. നാട്ടുകാര് ഈ വ്യത്യസ്ത വേറിട്ട വ്യക്തികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇരിക്കും, അവരൊക്കെ സമൂഹം എല്ലാവിധ ഭാവങ്ങളും തരിക. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.